കാര്യമില്ല. കാണിച്ചേ ഏത് നല്ല വെച്ചാണോ? വൈഫിന് ഗിഫ്റ്റ് കൊടുക്കുക. അമ്പർ ഓടൂല എന്നാ ഹൈറക്ക് കൊടുക്കുക. യെസ്, ഹൈറം രണ്ടാമത്തെ കുട്ടി. യെസ്, നോക്കൂ, 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. എച്ച് ലിമിറ്റഡ് current financial income statement report its net income. What is mean by net income? Show that it's a PAT, profit after tax. PAT ആണ്, PAT. ഒരു സംശയമില്ല. ഇൻട്രസ്റ്റ് ലെസ് ചെയ്തിട്ടുണ്ടോ? ഇൻട്രസ്റ്റ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ, പിന്നെ ഇൻട്രസ്റ്റ് ലെസ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നിന്ന് ഇൻട്രസ്റ്റ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും? ഏണിംഗ് ബിഫോർ ടാക്സ്. എന്ത് ലെസ് ചെയ്യണം? ടാക്സ്. അപ്പം എന്ത് കിട്ടും? പാറ്റ്. അപ്പം ഇൻട്രസ്റ്റ് ലെസ് ചെയ്തില്ലേ? ഉണ്ട്. ഓക്കെ. അപ്പം നേരത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയല്ലല്ലോ. നേരത്തെ ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് സ്പെസിഫിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? യെസ്. ദെൻ അടുത്തേതാണ്? മാർജിനൽ ടാക്സ് റേറ്റ് എത്ര മക്കളെ? 40%. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഫോർ ദ ഇയർ എത്ര തന്നിട്ടുണ്ട്? 15 ലക്ഷം തന്നിട്ടുണ്ട്. ദ കമ്പനിയിൽ 100 lakh അല്ലെങ്കിൽ 1 crore ഏതുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. പിന്നെ 60% ഇതിലെന്താണ്? ഡെപ്റ്റ് ആണ്. അപ്പോൾ വാക്ക് കാണാനുള്ള എന്ത് കിട്ടി? പ്രപ്പോർഷൻ കിട്ടി. വെയിറ്റ് ഓഫ് ഡെപ്റ്റ് എത്രയാ? 60, വിച്ച് മീൻസ് വെയിറ്റ് ഓഫ് ഇക്വിറ്റി ഈസ് ഈക്വൽ ടു എത്രയാ? 40%. 40%. പിന്നെ അങ്ങനെ വാക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 12.6%. എന്തൊക്കെ കാണാൻ പറഞ്ഞില്ല? കമ്പ്യൂട്ട് ഓപ്പറേറ്റിംഗ് ഇൻകം. എന്നിട്ട് അവർ പ്രത്യേകം പറഞ്ഞിട്ട് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, EBIT കാണാൻ വേണ്ടിയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അടുത്ത ഏതാ പറഞ്ഞുള്ളത്? രണ്ടാമത് വാട്ട് ഈസ് ഇക്കണോമിക് വാല്യൂ ആഡഡ്. അപ്പം നമുക്ക് ആദ്യം അവർ പറഞ്ഞ പോലെ എന്ത് കണ്ടെത്താം? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കണ്ടെത്തിക്കൂടെ? അല്ലേ? പാറ്റ് അല്ലേ തന്നിട്ടുള്ളത്? പാറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ലെസ് ചെയ്തതിന് ശേഷമുള്ളതാ മക്കളെ? ടാക്സ് ലെസ് ചെയ്തതിന് ശേഷമല്ലേ? അല്ലേ? അതിൻ്റെ കൂടെ നമ്മൾ ഇനി എന്താണ്? ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഒക്കെ കൂട്ടും. അപ്പം ഞാൻ വേറെ നല്ലൊരു മെത്തേഡ് പറഞ്ഞല്ലേ? പറയട്ടെ? എവിടെ? ഒരു ടേബിൾ വരച്ച് ബാക്ക്വേർഡ് കാൽക്കുലേറ്റ് ചെയ്ത് പോവാം. അങ്ങനെ ആവശ്യമില്ല, എന്നാലും വെറുതെ ആവുമ്പോൾ ഒന്നുകൂടെ പെർഫെക്ഷൻ കിട്ടും. പറയും. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് അറിയോ? ഇല്ല. ലെസ് ഏതാ? ഇൻട്രസ്റ്റ്. ഓക്കെ, സോറി. ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? എത്ര ഉള്ളത്? 15 ലക്ഷം അല്ലേ? പിന്നെ അപ്പം എന്ത് കിട്ടും? ഏർണിംഗ് ബിഫോർ ടാക്സ്. ലെസ് ഏതാണ്? ടാക്സ്. എത്ര ടാക്സ് തന്നിട്ടുള്ളത്? 40%. അറിയില്ല, പക്ഷെ ടാക്സ് ലെസ് ചെയ്താൽ കിട്ടുന്ന പാറ്റ് അറിയാം. പാറ്റ് എത്ര പെർസെൻറ്റേജിന് ഈക്വൽ ആവും? ഇതാ ഞാൻ കാണിച്ചു തരാം. ഒരു കിടിലൻ സാധനം ഉണ്ട്. ഇതാ കണ്ടോ? 100%. ഇഫ് EBT ഈസ് 100%, വെൻ വി ഡിഡക്റ്റഡ് ടാക്സ്, പാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആയിരിക്കും? 60%. ഈ 60%-ന് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് നമുക്കറിയാം. എത്രയാ? 15 ലക്ഷം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇതുവരെ ഉള്ളത് ഞാൻ എവിടുന്നാണ് നമ്മൾ എഴുതിയുള്ളത്? ക്വസ്റ്റ്യനിൽ നിന്നല്ല എഴുതിയുള്ളത്. ഇനി ഞാൻ കളർ മാറ്റുന്നു. എന്തിനാ? ബാക്കിയൊക്കെ നമ്മൾ കണ്ടെത്താൻ പോകണം. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തൂടെ? 15 ലക്ഷം ഡിവൈഡഡ് ബൈ 60 × 40 എത്ര വരും? 10 lakh. 10 lakh. അപ്പോൾ EBIT ഇനി വളരെ സിമ്പിൾ അല്ലടാ. ഇവിടെ 25 ലക്ഷം അല്ലേ വരാ EBT അല്ലേ? EBIT എത്ര വരും? അപ്പോൾ 25 + 15 30 40 ലക്ഷം വരും. എന്താ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ? EBIT ഇതല്ലേ? 40 ലക്ഷം. ഓക്കെ ആണോ? ക്ലിയർ? അപ്പോൾ ഇനി ഇത് കാണാൻ വേണ്ടി കുറേ ഇക്വേഷനൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാം? 15 + എത്ര? വേണ്ടത് മതി. ഇത് കുഴപ്പമില്ലല്ലോ, ഇതിൽ കംഫർട്ടല്ലേ? അല്ലേ? ഇനി ഇത് കംഫർട്ടാവും. ഇപ്പോൾ ഇനി ഇത് നോക്കി അങ്ങനെ ആലോചിക്കും. EBIT ഇപ്പോൾ ക്വസ്റ്റ്യനിലുണ്ടല്ലോ 40, ഇപ്പോൾ ഇവിടുന്ന് കിട്ടി എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? മക്കളെ മുത്തുമണികളെ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക? ആരോ ഇട്ടിട്ട് എഴുതി വെക്കുക. അതേതാണ്? ബാക്ക്വേർഡ് കാൽക്കുലേഷനാണ്.
ഓക്കെ അല്ലേ? എന്ത് കാൽക്കുലേഷനാണ്? ബാക്ക്വേർഡ്. ക്ലിയർ ആയത് ഞാൻ പറയണമെങ്കിൽ പറയാം. ഓക്കെ അല്ലേ? കിട്ടിയ സാധനം എടുത്തിട്ടില്ല, ബാക്കിൽ നിന്ന് ഇങ്ങനെ 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 എന്ത് ചെയ്യുക, മുന്നേറി പോവാം. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക, ഞാൻ സമയം തരാം ചെയ്യണം, ഇതെല്ലാം കഴിഞ്ഞോട്ടെ. അപ്പോൾ 1ൻ്റെ ആൻസറായി. ഓക്കെ അല്ലേ? എത്ര കിട്ടി? 40 lakh. ഓക്കെ, therefore ഏതാ? EBIT ഈസ് ഈക്വൽ ടു, മക്കളെ പറയണം മുത്തുമണികളെ, 40 lakh. ഒന്നാമത്തേൻ്റെ ആൻസർ 1 എന്നാണോ 2 എന്നാണോ വെച്ചാൽ A എന്നാണോ B എന്നാണോ? 1 ആണ്. നമ്പർ 2 ഏതാ? നമ്പർ 2 പറയൂ. EVA കാണാനോ? നമ്മുടെ സ്ഥിരം ക്ലീഷേഴ്സ് ആണ്. എന്താ? സിമ്പിളായി കാണാമല്ലോ. EVA ഏത് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? നോ പാറ്റ് ഇല്ലേ? നോ പാറ്റ് ഇല്ല, പക്ഷെ കണ്ടെത്തിക്കൂടെ? ഇക്വേഷൻ പറഞ്ഞ് നോ പാറ്റ് മൈനസ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു വാക്. എല്ലാം ഉണ്ടല്ലേ? നോ പാറ്റ് അല്ലാത്ത ഏതൊക്കെയാണ് ഉള്ളത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ടല്ലോ. എത്രയാ? 100 lakhs അല്ലേ? 1 crore ഇല്ലേ മക്കളെ? ഇൻറ്റു വാക്കിൻ്റെ പെർസെൻറ്റേജ് 12.6%. അപ്പോൾ ഇത് ചെയ്താൽ മൈനസ് ഇത് എത്ര വരും? 12 ലക്ഷത്തി എത്ര അല്ല 60,000. കറക്റ്റ് ആണല്ലോ. ദെൻ നോ പാറ്റിന് വർക്കിംഗ് നോട്ട് നമ്പർ ഏതാണ്? 1. ഇവിടെ ഏത് പരിപാടി ചെയ്യാം? പാറ്റ് എന്നില്ലേ, ഇൻട്രസ്റ്റ് തന്നില്ലേ, മറ്റേ പണി ഒപ്പിച്ചൂടെ? ഏത്? പാറ്റ് ടു എവിടെ പോയാ? പാറ്റ് ടു നോ പാറ്റ്. എന്താ ഇക്വേഷൻ? പാറ്റ് ആഡ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ നോ പാറ്റ് ഈസ് ഈക്വൽ ടു പറയും മക്കളെ, പാറ്റ് പ്ലസ് ഇൻട്രസ്റ്റ് ആഫ്റ്റർ ടാക്സ്. പാറ്റ് എത്ര ഉള്ളത്? 15 ലക്ഷം പ്ലസ് ഇൻട്രസ്റ്റ് എത്ര ഉള്ളത്? 15 ലക്ഷം. ആഫ്റ്റർ ടാക്സ് പറയുമ്പോൾ ടാക്സ് എത്ര ശതമാനം? 30. അപ്പോൾ ഇതിൻ്റെ എത്ര എടുത്താൽ മതി? 60% എടുത്താൽ പോരെ? മനസ്സിലായില്ലേ? അപ്പോൾ എത്ര വരും? 40%. 40% ടാക്സ് അല്ലേ? ടാക്സ് കുറച്ചിട്ട് എത്ര വരിക? 60 അല്ലേ വരിക? വേണ്ട, നിങ്ങൾ എന്ത് ചെയ്തോ? അങ്ങനെ തന്നെ ചെയ്തോ. 15 ലക്ഷം മൈനസ് എത്രയാണ്? 40%. അപ്പോൾ എത്ര വരും? ഒന്ന് കാണിച്ചെന്നേ പറയും. 15 ലക്ഷം മൈനസ് 40% എത്ര വരിക? 15 ലക്ഷം 40% പോയാൽ 9 ലക്ഷം. ഇനി 15 ലക്ഷത്തിൻ്റെ 60% കണ്ടു നോക്കൂ. 2 1 ഓക്കെ. 40 കുറച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഡയറക്റ്റ് എത്ര കണ്ടാൽ മതി? 60 കണ്ടാൽ മതി. 15 ലക്ഷം പ്ലസ് 9 ലക്ഷം ഈസ് ഈക്വൽ ടു 24 ലക്ഷം. ദിസ് ഈസ് വാട്ട് ഈസ് നോ പാറ്റ്. മുകളിൽ 24 ലക്ഷം ഇടാം. എത്ര വരും അപ്പോൾ? 11,40,000 സ്റ്റഡി മെറ്റീരിയൽ ഉള്ളത് ആണോ? ഓക്കെ, കൺഗ്രാജുലേഷൻസ്. ഇതിൽ ഡൗട്ടൊന്നും ചെല്ലോ? ഓക്കെ അല്ലേ? യെസ്, സ്പീഡിൽ ചെയ്തു ബാക്ക്.